ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, ഞാനിങ്ങനെ ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്താണ് ഒരു കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ച് നിൽക്കുന്ന സമയത്താണ് എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ടുള്ളത്. നമ്മുടെ മൗണ്ടൈനിൽ ഒരു ഷിപ്പും കാര്യങ്ങളൊക്കെ ഇടിച്ചിട്ടുണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആരും അധികം അറിഞ്ഞിട്ടില്ല അത് ഷിപ്പ് ഇടിച്ച കാര്യമൊക്കെ. അപ്പോൾ അവൻ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ ആ ഒരു വഴിക്ക് പോയപ്പോഴാണ് ആ ഒരു സംഭവം നടന്നത്. അപ്പോൾ അവൻ പോയിട്ട് കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്ന അപ്പോഴാണ് എന്നോട് വിളിച്ച് പറയുന്നത്. വൈസ് ഞാൻ എടുത്തേക്ക് നമ്മുടെ പജേറോ ആണ്. ഓക്കെ, അതായത് LC. അപ്പോൾ ഇത് നിങ്ങൾ എൻ്റെ മിക്ക വീഡിയോസിനും കണ്ടാണ് ഈ ഒരു വണ്ടി. വൈസ് മൗണ്ടൈനിലാണ് ഇടിച്ചേക്കുന്നതെന്ന് പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഓക്കെ, അവിടെ ഒരു ഓഫ് റോഡ് ട്രാക്കിൻ്റെ അവിടെയായിട്ടാണ് തോന്നുന്നത്. ഗൈസ്, എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിന് മുന്നേ ഇതുപോലെ നമ്മുടെ LC 3-4 LC ഒക്കെ കൊണ്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു ഓഫ് റോഡിങ് പോയപ്പം അവിടെ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നില്ല. ഗൈസ്, അവിടെ ആയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇത് റോഡ് അവിടെ പോയി റോഡ് ഓക്കെ ഇപ്പോൾ റോഡ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്തായാലും നേരെ സിറ്റി 1 പോകുന്നത്. അപ്പോൾ സിറ്റി 1 പോയിട്ട് നമുക്ക് പെട്രോൾ അടിക്കണം, പിന്നെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ഇതിൽ വണ്ടി ഓവർ സ്പീഡാണെന്ന് തോന്നുന്നു. എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെന്ന് ഇടിച്ച് കയറാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തീരെ കൺട്രോൾ കിട്ടുന്നില്ല. അയ്യോ ഗൈസ്, ജസ്റ്റ് മിസ്സെങ്ങും ചെന്ന് ഇടിച്ചില്ല. അങ്ങനെ അതിൻ്റെ മണ്ടക്കൂടെ പോയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ മറ്റേ റോഡുണ്ടല്ലോ ഗൈസ്, അത് നിൽക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇടിക്കാതെ പെതുക്കെ കൊണ്ടുപോകണം. മറ്റേ ഇതിൻ്റെ ഈ ടയർ 0 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇമ്മണി കൺട്രോളിങ്ങിന് കുഴപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ചെറുതൊരു ഇടി അവിടെ ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ തിരിച്ച് സിറ്റി 1 എത്തിയിട്ടാണ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ സിറ്റി 1 എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്രോൾ അടിക്കണം. ഗൈസ്, എനിക്ക് തോന്നുന്നു പെട്രോൾ ഇല്ലെന്ന്. അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്ത സമയത്ത് ഇല്ലെന്നാണ് കാണിച്ചത്. എനിക്ക് അറിയത്തില്ല, നമുക്ക് ഒന്ന് നോക്കണം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് കയറ്റാൻ എനിക്കറിയത്തില്ല. അവിടെ എടുത്തപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇല്ല ഗൈസ്, കാരണം നമ്മൾ 2 ദിവസം മുന്നേ പെട്രോൾ അടിച്ചിട്ടാണ്, പിന്നെ വണ്ടി അടിച്ചിട്ടില്ല, അപ്പോൾ കാണത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങാം ഗൈസ്. പെട്രോൾ അടിക്കുന്ന പോലെ നമുക്ക് അങ്ങോട്ട് അവിടെയൊക്കെ ഇറങ്ങി നിൽക്കാം. അപ്പോൾ നമുക്ക് കൊണ്ടുപോയൊരു ടയറും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ ഗൈസ്, ഇത്ര വട്ടം ഫുൾ ടാങ്ക് ആയി ഗൈസ്. ഞാൻ പറഞ്ഞില്ല പെട്രോൾ കിടപ്പുണ്ടായിരുന്ന തോന്നുന്നു. എന്തിലാവട്ടെ ഗൈസ്. ഇപ്പോൾ ഇടിച്ചത് നമ്മൾ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് അതൊക്കെ നമുക്ക് കണ്ടായിരുന്നു. അപ്പോൾ അത് കാര്യം. അപ്പം നമ്മൾ ടയറൊക്കെ കൊണ്ടൊന്ന് മാറണം, സെറ്റാക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ടയർ മാറി നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം. നമ്മളിങ്ങനെ എന്നാൽ പിന്നെ വർക്ക്ഷോപ്പ് എത്തിയിട്ട് കാണാമെന്ന് വിചാരിച്ചപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി അങ്ങോട്ട് ഗിയർ മാറുന്നില്ല. ഓക്കെ, ഞാൻ പിന്നെ നോക്കിയാണെങ്കിൽ ഗൈസ് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കിടക്കുമായിരുന്നു. അതുകൊണ്ട് വണ്ടി സെക്കൻഡ് ഗിയറിലോട്ട് ആവുന്നില്ല ഗൈസ്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ പിന്നെ ഹൈഡ് UA മാറ്റിയിട്ടിട്ട് നോക്കിയ ഗൈസ്. അപ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇട്ടേക്കുമായിരുന്നെന്ന്. പിന്നെ നമ്മൾ ഹൈഡ് UA ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നേരെ വണ്ടി ഫസ്റ്റ് സർവീസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടയർ മാറ്റാനായിട്ട് പോകണം ഗൈസ്. ടയർ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും ടയറെല്ലാം മാറ്റിയിട്ട് സെറ്റാക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ടയറും കാര്യങ്ങളെല്ലാം മാറിയിട്ട് ഒറ്റ വരക്കായിരുന്നു ഗൈസ്. നമുക്ക് റെക്കോർഡും കാര്യങ്ങളും ചെയ്യേണ്ട പറ്റില്ല. നമ്മൾ ഒറ്റ വരക്കിങ് വന്ന ഗൈസ്. അപ്പോൾ നമ്മൾ ഗൈസ് മൗണ്ട് എത്തിയപ്പോഴാണ് ഗൈസ് നമ്മൾ റെക്കോർഡിൻ്റെ കാര്യം തന്നെ ഓർത്തത്. അപ്പോൾ ഗൈസ് നമ്മൾ അന്ന് ഓഫ് റോഡ് പോയ സ്ഥലത്താണ് ഗൈസ്. ഇവിടെ നിന്നങ്ങാണ്ട് റൈറ്റാണ്. ഇവിടെ നിന്ന് ബ്രേക്ക് കിട്ടില്ല. ജസ്റ്റ് ഗൈസ് തൊട്ട് ഓർമ്മയില്ല. എന്തായാലും നമുക്ക് നമുക്ക് റിവേഴ്സ് എടുക്കാം. ഗൈസ്, നമ്മുടെ ഈ പ്ലെയിൻ ക്രാഷ് നടന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഗൈസ് നമ്മൾ ഈ ഒരു സംഭവം നടന്നത്. ഓക്കെ, നമ്മുടെ പജ്ജറിരിക്കുന്ന ഒന്ന് നമ്മുടെ കണ്ണും പൊട്ടി വിട്ടടിച്ചങ്ങ് പോകാം. ഓക്കെ, നേരെ നമുക്ക് പോകാം. നേരെ എന്ന് വെച്ചാൽ ഈ ഒരു വരി നേരെ ഗൈസ് നമുക്ക് പജ്ജറിരുന്നുകൊണ്ട് നല്ല സ്പീഡിലൊക്കെ പോകാണ്ട് പറ്റും. ഓക്കെ, നല്ല കൺട്രോളിങ് ആണെന്നല്ലോ നമ്മുടെ പജ്ജർ. അപ്പോൾ നമ്മളുടെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ പ്ലെയിൻ ഇടിച്ചത്. അവിടെ ഗൈസ് ഇവിടെ അതുകൊണ്ട് ഗൈസ് ആ കാണുന്നതാണ് ഗൈസ് നമ്മുടെ പ്ലെയിൻ ക്രാഷ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ വന്നിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പ്ലെയിൻ ക്രാഷ് എന്ന സ്ഥലം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ ഏകദേശം അടുക്കാറായിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചെറിയ ലാഗ് ചിലപ്പം കാണുന്നുണ്ടായിരിക്കാം ഗൈസ്. അത് നിങ്ങളങ്ങനെ മൈൻഡ് ചെയ്യേണ്ട. ഗൈസ് ഇവിടുന്ന് മണ്ടയിലോട്ടായിരുന്നോ അതോ നേരെയാണോ ഗൈസ്? എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. ഇവിടുന്ന് മണ്ടയിലോട്ടാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് മണ്ടയിലോട്ടാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഗൈസ് എനിക്ക് ചെറിയൊരു സംശയം. നമുക്ക് മണ്ടയിലോട്ട് പോകണോ വേണ്ട ഗൈസ്? നമുക്ക് ഇവിടെ വല്ല വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് ഒരു കാര്യം മാപ്പ് നോക്കാം കേട്ടോ. നമുക്ക് ചുമ്മാ മണ്ടയിൽ പോയിട്ടില്ല, നമുക്ക് മാപ്പ് നോക്കാം ഗൈസ് ഇവിടെ ഒതുക്കിയിട്ട്. നമ്മൾ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് ഗൈസ് ഇവിടുന്ന് നേരെ തിരിച്ചായിരുന്നു നോക്കുക. അതേ നേരെ തന്നെ ആയിരുന്നു. ഓക്കെ, നമ്മൾ ചുമ്മാ മാപ്പോട്ട് ഗൈസ് ഇവിടുന്ന് നേരെയാണ്. പൈസ ഇത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്നാലും മാറിപ്പോയി. എന്തായാലും ഇവിടെ നിന്ന് നേരെയാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, ഇതാണ് ഈ കാണുന്ന സ്ഥലമാണ്. ഓക്കെ, ഇവിടുന്ന്
ഈ ഒരു വഴിയാണ് ഓക്കെ. ഇപ്പുറത്തൊരു വഴി ഉണ്ടായിരുന്നല്ലോ കേസ്. ഈ ഒരു വഴി ഒന്ന് കയറിയപ്പോൾ അടി തട്ടി കേസ് വലിയ ഈച്ചാണ് നമ്മുടെ പജറ ഇതൊക്കെ അതിന് പുഷ്പം പോലെ കയറിയിരുന്നു കണ്ട കേസ്. അതിനൊന്നും പറ്റില്ല. പിന്നെ ചെറിയൊരു സൈഡിൽ ചളങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് അവിടെ കൊണ്ട് ഇടിച്ചതാണ്. ഇതൊക്കെ നമ്മൾ ഇടിച്ച് മറിച്ചിട്ടിട്ടാണ് കേസ് വരുന്നത്. ഓക്കെ നമ്മൾ സ്ഥലം എത്താറായിട്ടുണ്ട് കേസ്. നമുക്ക് എന്തായാലും ഇനി ഇൻറ്റീരിയർ കാണിക്കുന്നത് നമുക്ക് ഔട്ട് വ്യൂ കണ്ട് വണ്ടി ഓടിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ എത്താറായിട്ടുണ്ട്. അപ്പം നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. ഓക്കെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സ്ഥലം വരുന്നത്. ഗൈസ് ഇവിടെയാണ് നമ്മുടെ ഷിപ്പിങ്ങുകളൊക്കെ ഇടിച്ച് കിടക്കുന്നത്. ഓക്കെ നല്ലൊരു ഇടിയാണ് ഗൈസ് നമ്മുടെ ഷിപ്പിങ്ങുകളൊക്കെ ഇടിച്ചേക്കുന്നത്. ഓക്കെ ഒന്നും പറയില്ല ഗൈസ്, നല്ലൊരു ഇടിയെന്ന് വെച്ചാൽ നല്ലൊരു ഇടിയാണ് ഗൈസ് നമ്മുടെ ഷിപ്പിങ്ങുകളൊക്കെ ഇവിടെ ഇടിച്ചേക്കുന്നത്. അപ്പം നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഓക്കെ ഇവിടുന്ന് നമുക്ക് ഇറങ്ങാം. ഓക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ഇടിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഷിപ്പ് ഇടിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇതിൻ്റെ അകത്തോട്ട് കയറ്റി നോക്കാം. ഓക്കെ ഏതായാലും നല്ലൊരു ഇടിയാണ്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രോണ് പറത്തി ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇതിൻ്റെ മണ്ടയിലോട്ടൊന്ന് കയറട്ടെ. ഓക്കെ അതിന് മാത്രം ഇടിച്ചിട്ടുണ്ട്. കണ്ടോ നല്ലൊരു ഇതായിരുന്നു. നമുക്ക് ഡ്രോണൊന്ന് ഞാൻ പറത്തി കാണിച്ചു തരാം. കണ്ടോ ഇത് ചില കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഷിപ്പാണ്. ഓക്കെ നമുക്ക് ഇനി എന്തായാലും നമ്മുടെ വണ്ടി ഇതിനകത്ത് കയറ്റിയിട്ട് കാണാം. അപ്പോൾ കേസൊക്കെ നമ്മുടെ വണ്ടി ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് 1-2 ഡ്രിഫ്റ്റൊക്കെ കാണാം. വലിയ ഡ്രിഫ്റ്റ് എന്നല്ല, ചെറിയ ഡ്രിഫ്റ്റാണ്. ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇത്തരത്തിലുള്ള വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യപ്പെടും. മറ്റൊരു കാണുന്നത് ബൈ.